നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹരിപ്പാട് കരുവാറ്റയിൽ 67കാരനെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നോക്കാം വിശദമായി. ഈ പിടിയിലായ 3 ആൺകുട്ടികളും കൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസം കൊല്ലം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി. അത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കൊല്ലം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഈ നിർണായകമായ കണ്ടെത്തലുണ്ടായിരിക്കുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഇത്രയും ചെറിയ പ്രായത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതിൻ്റെ യാതൊരു ഭാവഭേദവും ഇവർക്കില്ലായിരുന്നു. പ്രതികളുടെ പെരുമാറ്റം അത്തരത്തിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. 15-ാം തീയതി രാത്രി കൊല നടത്തിയ ശേഷം 3 പേരും 16-ാം തീയതി പുലർച്ചെയാണ് പരവൂരിലെത്തുന്നത്. കരുവാറ്റയിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങളിൽപ്പെട്ട ഒരു മാല പണയം വയ്ക്കുന്നതിനായി പരവൂർ കല്ലുംകുന്ന് സ്വദേശിയായ സുഹൃത്തിനെയാണ് ഇവർ ഏൽപ്പിച്ചത്. ഇതേ ദിവസമാണ് പാരിപ്പള്ളി കല്ലുവാതിക്കൽ സ്വദേശിനിയായ 19കാരി ഈ സുഹൃത്തിനൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. 19കാരിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പ്രതികളുടെ സുഹൃത്തായ കല്ലുംകുന്ന് സ്വദേശിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിക്കും സുഹൃത്തിനുമൊപ്പം 3 പ്രതികളും അന്ന് പാരിപ്പള്ളി സ്റ്റേഷനിലെത്തി. ഇതിന്റെ പിറ്റേ ദിവസമാണ് കരുവാറ്റയിലെ കൊലപാതകം. അടുത്ത ദിവസം പുലർച്ചെ 3 പ്രതികളും അറസ്റ്റിൽ. കരുവാറ്റെ വീട്ടിൽ നിന്ന് നഷ്ടമായതിൽ ഉൾപ്പെട്ട 3 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല പരവൂർ കല്ലുകുന്ന് സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. പിടിയിലായപ്പോൾ ഇവർ പറഞ്ഞത് പ്രതികളിൽ ഒരാളുടെ അമ്മയുടെ മാലയാണെന്നും ചികിത്സയ്ക്ക് വേണ്ടി പണയം വയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് മാല നൽകിയതെന്നും ഇതിലൊരാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. പിടിയിലായ ശേഷം ചോദ്യം ചെയ്തപ്പോഴും പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴും പ്രതികൾക്ക് ആർക്കും യാതൊരു കൂസലുമില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇവർ 3 പേരും ഒരു തിരക്കഥയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ തിരക്കഥ അനുസരിച്ച് പോലീസിന് മുന്നിൽ പറയണമെന്ന വമ്പൻ പ്ലാനൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഇത് ചെയ്താൽ പിടിയിലാകുമെന്നറിയാം, പോലീസിന് മുന്നിൽ എന്ത് പറയണമെന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ പ്ലാൻ എല്ലാം കേരള പോലീസിന് മുന്നിൽ ചീറ്റിപ്പോവുകയായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്ലാൻ, അവർ തയ്യാറാക്കിയ തിരക്കഥ എന്താണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. അതായത് ഈ പ്രതികൾ അന്വേഷണം വഴിതെറ്റിക്കാൻ മെനഞ്ഞത് വമ്പൻ ഒരു തിരക്കഥയാണ്. പക്ഷെ തിരക്കഥയൊക്കെ പാളിപ്പോയി. എന്തായാലും എന്താണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട മറുപടി വരെ ഇവർ കൃത്യമായി തയ്യാറാക്കിയിരുന്നു എന്നാണ് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 3 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് 3 ആൺകുട്ടികളെയും പ്രത്യേക അന്വേഷണ സംഘം ഒരേ സമയം പിടികൂടിയത്. പരസ്പരം ബന്ധപ്പെടാൻ സമയം കിട്ടിയിരുന്നില്ല. 3 പോലീസിന് മുന്നിൽ ഒരേ കഥ തന്നെയാണ് പറഞ്ഞത്. 3 പേര് നൽകിയ മൊഴി ഇപ്രകാരമാണ്: പെൺകുട്ടിക്ക് വയറ്റിലൊരു മുഴയുണ്ട്. ഇതിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹരിപ്പാട്ട് എത്തിയത്. ഇതാണ് 3 പേരും ഒരേ സ്വരത്തിൽ നൽകിയ മൊഴി. അതിനുവേണ്ടിയാണ് പെൺകുട്ടി വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു തന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്കല്ല എന്നതടക്കമുള്ള ഒരു മൊഴിയാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല, ലൊക്കേഷൻ അയച്ചു തന്നതും വീഡിയോ കോൾ ചെയ്തതുമൊക്കെ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് പ്രതികൾ പറയുന്നത്. പണം നൽകി തിരികെ പോയതല്ലാതെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് 3 പേരും ഒരേ സ്വരത്തിൽ പോലീസിന് മുന്നിൽ ആദ്യം മറുപടി നൽകിയത്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വൻ ആസൂത്രണം, മാത്രമല്ല മോഷണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മോഷണം ആസൂത്രണം ചെയ്തതും മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന ആൺസുഹൃത്തിന് കർശന നിർദ്ദേശം നൽകിയതും താനാണ് എന്ന് പെൺകുട്ടി സമ്മതിച്ചു കഴിഞ്ഞു. ചോദ്യം ചെയ്യലാണ് പെൺകുട്ടി പോലീസിനോട് ഇക്കാര്യം സമ്മതിച്ചത്. കൊലപാതകത്തിന്റെ സംശയം സ്വന്തം പിതാവിലേക്ക് വഴി തിരിച്ചു വിടുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണത്തിലും അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് സ്വന്തം പിതാവിനെ ഈ ഒരു കൊലപാതകത്തിന്റെ സംശയം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണോ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലേക്ക് ഒരു സംശയം കൊണ്ടുപോവുക, ശേഷം അതിലേക്ക് ആ ഒരു തലത്തിലേക്ക് പിതാവിനെ കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പെൺകുട്ടി ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട വയോധികന്റെ ഇളയ മകളുടെ ആദ്യ ഭർത്താവാണ് പെൺകുട്ടിയുടെ പിതാവ്. പിതാവും മുത്തച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മുതലെടുത്ത് ഈ ഒരു കൊലപാതകം നടത്തിയത് തൻ്റെ പിതാവാണെന്ന സംശയത്തക്ക രീതിയിൽ അതിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്ന ലക്ഷ്യവും കൂടി ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൻ്റെ തുടക്കത്തിൽ തന്നെ പെൺകുട്ടി ഇക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടിയും ആൺസുഹൃത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും നിരത്തി പോലീസ് ചോദ്യം ചെയ്തു. ഇതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പ്രതികൾ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിലെടുക്കൽ, ഇതിനൊക്കെ നിയമപരമായ ചില കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അത് നിലവിലുണ്ട്. നിയമം അനുസരിച്ച് അത്തരത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ബലപ്രയോഗങ്ങൾ പാടില്ല. പ്രതികളാണെന്ന് 100% കുറ്റം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ കുട്ടികളെ കസ്റ്റഡി നടപടിയിലേക്ക് കടക്കാവൂ. അങ്ങനെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. പടിപടിയായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
DIGയും ജില്ലാ പോലീസ് മേധാവിയും കർശന നിർദ്ദേശമടക്കം ഈ വിഷയത്തിൽ നൽകിയിരുന്നു. പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം കുട്ടിയെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. സാമൂഹിക നീതി വകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു പെൺകുട്ടിയെ താമസിപ്പിച്ചത്. അതിനുശേഷമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കിയത്. ബോർഡ് കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കുകയായിരുന്നു. എന്തായാലും കുറ്റകൃത്യം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ 3 ആൺകുട്ടികളെ ഈ ഒരു ആൺകുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി. മാത്രമല്ല 4 പേരെ ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട്. 4 പേരെയും കസ്റ്റഡിയിൽ കിട്ടാനായി ഹരിപ്പാട് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ അപേക്ഷ നൽകുകയും ചെയ്തു. കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ചയാണ് പരിഗണിക്കുക. കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. വിദേശത്തുള്ള മകൾ എത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തും. ഇനി നമുക്ക് നോക്കാം ഈ പെൺകുട്ടിക്ക് ഈ കൊടും ക്രൂരതയ്ക്ക് കിട്ടാവുന്ന ശിക്ഷ എത്രയാണ് എന്ന് നോക്കാം. ഈ കുട്ടിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 3 വർഷം സംരക്ഷണ കേന്ദ്രത്തിൽ താമസിപ്പിക്കും. 16-17 പ്രായത്തിലുള്ള മറ്റു 3 പേരെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തിയാലും വധശിക്ഷയോ ജീവപര്യന്തമോ വിധിക്കാൻ പാടില്ല എന്നതാണ് നിയമം. തടവ് ശിക്ഷ വിധിച്ചാലും 21 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സംരക്ഷണ കേന്ദ്രത്തിൽ താമസിപ്പിക്കേണ്ട സ്ഥിതിയാണുള്ളത്. പിന്നീട് ശിക്ഷാ കാലാവധി ഉണ്ടെങ്കിൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. ഇനി 18 വയസ്സിന് താഴെയുള്ളവർ പ്രതികളായ കേസുകളുടെ ജുഡീഷ്യൽ ചുമതല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനാണ് ഉള്ളത്. ഒരു മജിസ്ട്രേറ്റും 2 ജുഡീഷ്യൽ അംഗങ്ങളും ഉള്ള ബോർഡിന് പരമാവധി വിധിക്കാവുന്ന ശിക്ഷ 3 വർഷം സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കലാണ്. അതേസമയം 16 മുതൽ 18 പ്രായപരിധിയിലുള്ളവർ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ മുതിർന്നവരായി കണ്ട് കുട്ടികളുടെ കോടതിയിൽ വിചാരണ നടത്തണമെന്ന് ബോർഡിനാണ് തീരുമാനിക്കാനുള്ള അവകാശം ഉള്ളത്. കുട്ടികൾ പ്രതികളാകുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ കേസുകളുണ്ട്. ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്തരത്തിൽ കേസുകളിൽ 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ എവിടെ വേണമെന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഉണ്ട്. ഈ കേസിൽ, അതായത് കരുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഈ ഒരു വിചാരണ നടത്തേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തന്നെയാണ്. എന്തായാലും ഈ കൗമാരക്കാരെ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ച് പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. തനിക്ക് ഇതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല, തന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ എന്നതടക്കമുള്ള ഒരു പൊട്ടിക്കരച്ചിലൊക്കെ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തൊക്കെ തന്നെയായാലും കൊലപാതകം തന്നെയാണ്. യാതൊരു രീതിയിലും അതിനെ ന്യായീകരിക്കാനാകില്ല. എന്തായാലും ശിക്ഷാ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഇനി കസ്റ്റഡിയിൽ വിട്ടുകിട്ടി അവരെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നിർണായകമായ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്ന ഒരു കേസാണ്.